ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഗായ്സ്, നമ്മളെ ഓണസദ്യ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിക്കണം കേട്ടോ. അപ്പം അവിയലുണ്ട്. ചെറിയ വെട്ടത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും, എല്ലാവരും ക്ഷമിക്കുക. അവിയലുണ്ട്, പിന്നെ അടപ്രഥമനുണ്ട്, മാങ്ങയുണ്ട്, ഇഞ്ചിയുണ്ട്, തോരനുണ്ട്, സാമ്പാർ, പിന്നെ ഉപ്പേരി, ചിപ്സ്. ഇത് 2 ഉപ്പേരിയും ചിപ്സും അമ്മ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. പിന്നെ പപ്പടമുണ്ട്, പിന്നെ കടല പ്രഥമനാണിത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഓക്കെ, അടുത്ത് അത് കൂട്ടുകറി, നമ്മൾ സോയാബീൻ, അത് പരിപ്പ്, ഇത് കിച്ചടി, എല്ലാം പറഞ്ഞില്ലേ എല്ലാം. ഐസപ്പം ഇതാണ് എൻ്റെ ഓണക്കോടി ഷർട്ട് കേട്ടോ. ഇതുണ്ട്, പാൻറ്റല്ല, മുണ്ടല്ല, കാവ്യമാണ്. എനിക്ക് കാവ്യമാണ് ഇഷ്ടം, അതുകൊണ്ട് കാവ്യ സെറ്റാക്കി ഓണസദ്യ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പപ്പടം, ഇഞ്ചി, തോരൻ, അവിയൽ, എല്ലാ സാധനമുണ്ട്. ശകലം വെട്ടത്തിൻ്റെ കുറവുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പപ്പടം എടുത്ത്, പപ്പടം കൊവുന്നു പോയി കേട്ടോ. ഫസ്റ്റ് വയ്ക്കുക. ഇത് നെയ്യാണ് കേട്ടോ. സംഭവം കട്ടയായിപ്പോയി, ഉരുക്കാനുള്ള സമയം കിട്ടിയില്ല. ഓക്കെ, അതും കൂടെ ഇട്ട് വരണം. സ്വല്പം കൂട്ടുകറി, ഉരുളക്കിഴങ്ങും സോയാബീനും കൂടെ, പൊളി സാധനം. വയ്ക്കുക. എടുക്കുക. സ്വർഗം. നെയ്യ് കട്ടിയായി ഇപ്പോൾ എന്നുള്ള കുഴപ്പമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അടിപൊളി. കിച്ചടിയാണ് കേട്ടോ. തോരൻ, ബീട്രൂട്ട് തോരൻ, കൂട്ടുകറി കൊള്ളാം കേട്ടോ. വറുത്ത രസമാണ് വെച്ചോ. അത്യാവശ്യം നല്ലപോലെ വിശപ്പുണ്ട്. ഞാനിപ്പോൾ 3 കറക്റ്റ് 3. അപ്പോൾ കഴിക്കട്ടെ ചേട്ടാ. ഇത്രയും താമസിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ആ നമ്മുടെ ഹോട്ടൽ ചിന്നൂസില്ലേ, കേശവാസുരത്തല്ല, ആനയേറെ പോണ റൂട്ടിലുള്ള, അവിടെ താമസിച്ച 1 മണിക്കൂർ അവിടെ ഇരുന്നു. അവിടെ എപ്പോഴാണ് വരാളെന്ന് അറിയും. ഓക്കെ ഗൈസ്, കഴിക്കട്ടെ. ഓക്കെ, നമ്മൾ കടലപ്രഥ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പപ്പടം കൂടെ എടുത്ത് വയ്ക്കണം. ഗൈസ്, എന്നിട്ട് ഈ കടലപ്രഥമൻ ഇട്ട് ഇളക്കണം കേട്ടോ. എന്നിട്ട് തിന്നണം. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, കഴിച്ചിട്ടുള്ളവരെ കാണുമല്ലോ. അടിപൊളി. പായസം കുടിക്കുന്നവർക്ക് മടുക്കാതിരിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം, ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ വിചാരിക്കില്ല ഇഞ്ചി തട്ട് തിന്നണോ, അത് തന്നെ. ഇഞ്ചി തട്ട്, ഇഞ്ചി ശാലം തുറക്കുക, ഇനി മടുക്കില്ല.
കടലപ്രഥം ഒഴിച്ചു നോക്കാം. ഇപ്പം കടലപ്രഥം ഒഴിച്ചു കേട്ടോ. അതിൽ പപ്പടം ഇട്ട് ഇളക്കണം. കൊള്ളാം. അപ്പോൾ ഇന്ന് മുൻപന്തി നിൽക്കുന്നത് അടപ്രഥമനാണ്. കഴിക്കട്ടെ ഏട്ടാ, കഴിച്ചിട്ട്